എന്ത് ഭംഗിയുള്ള പെയിൻറ്റിങ്സ് ആണ്. അടുത്ത ഘാട്ടാണിത്. ചെറിയൊരു ശിവലിംഗം, ലാൽ ഘാട്ട്. അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, മെഹ്റോത്ര സിൽക്ക് ഫാക്ടറി ഉണ്ട്. ലാൽ ഘാട്ടാണ്. സ്കൂള് അങ്ങനെയൊക്കെ കാണാം. ഇത് അടുത്ത ഘാട്ട് ഹനുമൻഗതി ഘാട്ട്. ഇവിടെ കുറച്ചുകൂടി ശാന്തതയൊക്കെ ഉണ്ട്. മറ്റേ ഏരിയയിലെ ആൾത്തിരക്കൊന്നും ഇവിടെ ഇല്ല. കാരണം ഇത് ഒരറ്റത്താണ് ഉള്ളത്. കാശി ഘാട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ വളരെ ശാന്തത. ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്തു. ഇവിടെ നല്ല ശാന്തമായ ഇതാണ്. വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാകും കുറച്ച്, കാരണം ഈ ബോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഹനുമാൻ ഗഡി ഘാട്ട്. ഹനുമാൻ ഗഡി എന്ന് വെച്ചാൽ ഹനുമാൻ വണ്ടിയാണെന്ന് ഉദ്ദേശിക്കും, ഗാഡിയാന്ന് ഉദ്ദേശിക്കുന്നു, എനിക്കറിയത്തില്ല. ഹനുമാൻ ഗഡി ഘാട്ടിലെ ഒരു അമ്പലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുരങ്ങുണ്ട് ഇവിടെ. അത് അപൂർവ. ഇവിടെ ഒന്നും കാടൊന്നും ഇല്ലാത്ത, പക്ഷെ ഇവിടെ ഒരു കുരങ്ങ് കണ്ടു. ഒരുപാട് കുരങ്ങുണ്ട് മരങ്ങളിലൊക്കെ. അപൂർവം. ഇവിടെ കാടൊന്നുമില്ല, ആകെ 1-2 മരങ്ങളുണ്ടെന്നുള്ളത്. എങ്ങനെ ഇത്രയും കുരങ്ങ് വന്നു എന്നുള്ളത് അറിയില്ല. നല്ലൊരു സ്ഥലമാണിത്. കണ്ടപ്പോൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും ഇതൊക്കെയാണ് ജീവിക്കുന്നത്. ഈ ഘാട്ടിൻ്റെ പേരാണ് ഗായ് ഘാട്ട്. കുറച്ചുകൂടി നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ശ്രീ കാശി ഗംഗാ സേവാ സമിതിയുടെയാണ് ഈ മൊത്തം ഇവരാണ് ഈ സംരക്ഷിക്കുന്നത്. ഗായ് ഘാട്ട്. ഇത് നന്ദിനെ പൂജിക്കുന്ന ഒരു ഘാട്ട്. നന്ദി ഘാട്ട്, ഗായ് ഘാട്ടിൻ്റെത്. ഘാട്ടെത്തിയിരിക്കുകയാണ് ബദ്രിനാരായൺ ഘാട്ട്. ഘാട്ടാണ്. ഗംഗാനദി, പവിത്രമായ ഗംഗാനദി. ഘാട്ട്, ഈശ്വർ ഘാട്ട്. ഈ നമോ ഘാട്ട് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ പോയിക്കൊടുക്കുക, ബ്രിഡ്ജ് വരെ ഉള്ളൂ ഘാട്ട്സ്. ആ പാലമില്ലേ, അതുവരെ ഉള്ളൂ. ഗംഗാനദിയാണ് നമ്മളിത് ഒഴുകുന്നത്. പക്ഷെ ഓരോ സ്ഥലത്ത് ഒഴുകുമ്പോൾ അതിന് ഓരോതായ പേര് വരും. ഋഷികേശിൽ ഋഷികേശിൻ്റെ ഗംഗ എന്ന് പറയും. ഇതിപ്പോൾ വാരണാസിയിലെ ഗംഗ, അങ്ങനെ ഓരോ പേരുണ്ട്.
ചില വരുണ നദിയിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്നു. നന്ദീശ്വർ ഘാട്ട് നടന്നതിന് ശേഷം ഒരു ഘാട്ട് കണ്ടു, സക്ക ഘാട്ട്. ഒരു വിശാലമായ ഘാട്ടാണ് തോന്നുന്നത്. ഇവിടെ കുറേ കുട്ടികൾ ഈ ഇതില്ലേടാ കയറ്റ് വട്ടം പറപ്പിക്കുന്നുണ്ട്. സക്കാ ഘാട്ട് കഴിഞ്ഞു തോന്നുന്നു. ലാസ്റ്റ് 1-2 ഘാട്ടേ ഉള്ളൂ. ശരിക്കും തിരിയാൻ ആ ഘാട്ട്. ബ്രിഡ്ജ് പാലെത്താനായി. തിരിയാൻ ഘാട്ടാണിത്. ഏകദേശം കയറി. അപ്പോൾ അവിടെയാണ് ബോട്ട് ഉണ്ടാക്കുന്നൊക്കെ കാണിച്ചത്. ഘാട്ടാണിത്. ഘാട്ട് കണ്ട ബോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ കൊണ്ടുള്ള ബോട്ട് എവിടെ ഉണ്ടാക്കുന്നത്. ബോട്ട് ഉണ്ടാക്കുന്ന പലകയായത്. ഈ ബോട്ട്സൊക്കെ അങ്ങനെ ഉണ്ടാക്കിയാൽ ചില ബോട്ട്സൊക്കെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ നയാ ഘാട്ട്. ഇനി 2 കൂടി ഘാട്ട് കഴിഞ്ഞാൽ ഒരു സൈഡിലെ ഘാട്ട് കഴിഞ്ഞു. ഇനി മറ്റ് സൈഡിലെ ഘാട്ട് ഇനി നാളെ പോകാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഒരു 19 ഘാട്ട് മറ്റേ സൈഡുണ്ട്. എത്തിയിരിക്കുന്നത് പ്രഹ്ലാദ് ഘാട്ടിലാണ്. നല്ല ശാന്തതയുണ്ട്. മറ്റ് ഘാട്ട്സിലെ പോലെയല്ല, വളരെ ശാന്തമാണ്. ഘാട്ടിൻ്റെ കുറിച്ചാണ്. ദ ലെജൻഡ് ഓഫ് പ്രഹ്ലാദ് synonymous with Bhakti. Ghat is devotee, the protect whom Vishnu appeared in part lion, part man, Narasimha avatar, and annihilated Prahlad's father, Devan, Hiranyakashipu. Tulsidas stayed here. Goswami Tulsidas stayed here and commented on which the Tulsi Mandir stands. ഇവിടെ ഒരു തുളസി മന്ദിരമുണ്ട്. ഈ ഘാട്ട് പ്രഹ്ലാദ് ഘാട്ടിൻ്റെ ആ കഥ പോലെ തന്നെ നരസിംഹാവതാരം എടുത്തിട്ട് ഹിരണ്യകശിപുവിനെ വധിച്ചിട്ട് പ്രഹ്ലാദനെ രക്ഷിച്ച ഒരു കഥയുണ്ട്. അപ്പോൾ ഈ ഘാട്ട് അതിന് ഡെഡിക്കേറ്റ് ആണ്. വേറൊരു ഘാട്ടാണ് നിഷാദരാജ് ഘാട്ട്. ഇത് പഞ്ചാഗ്നി അഖാഡ ഘാട്ടാണ്. പഞ്ചാഗ്നി അഖാഡ ഘാട്ട്. രാജ്ഘാട്ടോടുകൂടി കഴിഞ്ഞ് തോന്നുന്നു. ഇനി അറിയത്തില്ല. അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗംഗാതീരം അത്രയും വലുതാണല്ലോ. ക്ഷേത്രമാണ് ശാന്ത ശിരോമണി ഗുരു രവിദാസ് ടെമ്പിൾ. രാജ്ഘാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്ഘാട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു ഇത് നിർമ്മിച്ചിരുന്നു. എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ സൗകര്യം കൂടി. നമ്മുടെ ഇതാണ്ട പാലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അതോടുകൂടി ഘാട്ട്സൊക്കെ കഴിഞ്ഞു തോന്നി. അവിടെ 1-2 നോക്കാം. ഘാട്ട്സ് കഴിഞ്ഞു. ഇനി അത് ഭംഗിയുള്ള കാഴ്ചയാണ്. പിന്നെ ഘാട്ട് ഒരറ്റത്ത് ഘാട്ട് കഴിഞ്ഞു. ഇനി മറ്റേ സൈഡിലേക്കുള്ള ഘാട്ട് യാത്ര നാളെ ചെയ്യുന്നതാണ്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് 80 ഘാട്ട് വരെയാണ് സാക്ഷാൽ വാരണാസി. അപ്പോൾ ഈ സൈഡിൽ ഏറ്റവും ലാസ്റ്റിലെ ഘാട്ട് രാജാഘാട്ട് തന്നെയാണ്. ആ 80 ഘാട്ട് വരെയുള്ളത് വാരണാസി. ഇവിടുന്ന് വരുണ റിവറോ എന്തോ റിവറിൻ്റെ പേരുണ്ട്, എനിക്കറിയത്തില്ല. പിന്നെ പോകുമ്പോൾ മുമ്പായിട്ടൊരു കാഴ്ച കാണാൻ ഒരു വലിയ സ്റ്റാച്ചു, കൈ കൂപ്പുന്ന ഒരു സ്റ്റാച്ചു അതുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്. ഇനി ബാക്കിയുള്ള കാഴ്ചകളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.